അസ്സലാമലൈക്കും കൂട്ടുകാരെ. നീലിയുടെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 4ാമത്തെ ബോട്ടിൽ മേടിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ബോട്ടിൽ ഞാൻ വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഫ്രഷ് ആണ് എന്ന്. അതിന് എന്തും മണമാണെന്ന് അറിയാമോ കൂട്ടുകാരെ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നീക്കളേക്കാൾ ഭയങ്കര മണമാണ്. കുപ്പി ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ നല്ല മണം ഇൻഷാ അല്ലാഹ് സൂപ്പറാണ്. ഇത് കണ്ടോ, എൻ്റെ ടെക്സ്ചർ എന്നെ കാണാവോ? നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഇത്രയും ദിവസം നമ്മൾ കൊടുത്തോണ്ടിരുന്ന എന്ത് മായം ചേർന്ന നെയ്യായിരുന്നു എന്നുള്ളത് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷമാണ് മനസ്സിലാക്കിയത്. ഞാൻ നെയ്യാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കമ്പാരിറ്റീവ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് വില കൂടുതലാണ്, പക്ഷേ നല്ല സാധനം കൊടുക്കാം. ആദ്യം വാങ്ങിയ ബോട്ടിലൊക്കെ മാറ്റി കേട്ടോ. ഇതിപ്പോഴും ഒരു പഴയ ബോട്ടിലാണ്. ഉമ്മ ഈ ബോട്ടിലുകളൊന്നും കളയൂല, നല്ല ബോട്ടിലല്ലേ. ഇപ്പൊ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടാൻ കൂടിയില്ല. എന്ന് വെച്ചാല് മക്കൾക്ക് സ്കൂളിലൊക്കെ കറിയൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ഒരു കുപ്പി ഇപ്പോൾ അടുക്കളയിൽ നോക്കുമ്പോൾ ഇരുന്നതാ, അങ്ങനെ എടുത്തത്. ഈ ബോട്ടിൽ പഴയതാണ്, അതായത് അവര് ലേബലിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളതാ. എനിക്ക് തോന്നുന്നു ബാക്കി കറി ബോട്ടിലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഉമ്മ. അപ്പോൾ ഇത് പഴയ ബോട്ടിലാണേ. ഇതാണിപ്പോൾ അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്റെ ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത് 2ാമത്തെ ബോട്ടിലാണ്. അതൊരു സ്റ്റിക്കർ ലേബലിംഗ് ഇല്ലായിരുന്നു, അല്ലാണ്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് സൂപ്പറാണ്, നെയ്യാണ്. അവർക്ക് പിന്നെ പിക്കിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് വയറിന്റെ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിക്കിൾ അങ്ങനെ വാങ്ങാറില്ല. നമ്മുടെ തസ്ലീമത്താടെ ബ്രദർ തന്നെയാണ് ആ വീഡിയോ ചെയ്തതും. അവരുടെ തസ്ലീമത്താടെയൊക്കെ ഒരു ചെറിയ റിലേറ്റീവ് ആണോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് നല്ലതാണ് അവരുടെ പ്രൊഡക്റ്റുകൾ കേട്ടോ. എന്തായാലും വാങ്ങുന്നവർക്ക് വീണ്ടും വീണ്ടും വാങ്ങാൻ തോന്നുന്നുണ്ട്. കൂട്ടുകാർക്കൊക്കെ കൊറിയർ ചെയ്ത് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കി. അപ്പം അറിയാം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം. എന്ത് മായം ചേർന്നാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് മനസ്സിലാവും.